ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. കട്ടപ്പന മത്സ്യ മാർക്കറ്റിലെ ശുചിമുറിയുടെ പ്രവർത്തനം നിലച്ചതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി നഗരസഭാ സെക്രട്ടറിക്ക് നിവേദനം നൽകി. ശൗചാലയം അടച്ചിട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞതോടെയാണ് വ്യാപാരി വ്യവസായി സമിതി രംഗത്തെത്തിയത്. 2 ദിവസത്തിനകം ശൗചാലയം തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യാപാരി വ്യവസായി സമിതിക്ക് നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് ഉറപ്പു നൽകി. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. കട്ടപ്പന നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ നേർചിത്രമാണ് മത്സ്യ മാർക്കറ്റിലെ ശൌചാലയത്തിന്റെ അറ്റകുറ്റപ്പണിയുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നതെന്നാണ് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ പറയുന്നത്. ശൌചാലയം അടച്ചിട്ട് 1 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇതോടെ മാർക്കറ്റിലെ വ്യാപാരികളും ഇവിടെയെത്തുന്ന ജനങ്ങളും ദുരിതത്തിലായിരിക്കുകയാണ്. ശൌചാലയത്തിന്റെ പൈപ്പുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് സാധാരണയാണ്. ഇടയ്ക്കിടെ അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തി തുറന്നു നൽകും. എന്നാൽ ഇത്രയും ദിവസം അടച്ചിടുന്നത് ഇത് ആദ്യമായാണ്. നിരവധി തവണ മുനിസിപ്പൽ അധികൃതരോട് കാര്യങ്ങൾ ധരിപ്പിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകിയത്. കട്ടപ്പന നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടുത്തെ കട്ടപ്പന മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ഈ ടോയ്ലറ്റ് ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ കാരണം പറഞ്ഞ് ഇവിടെ അടച്ചിട്ടിട്ട് ഒരാഴ്ച കാലമായി. ഇവിടെ വരുന്ന 250-250ഓളം വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലുടമകളും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും അതുപോലെ ഇവിടെ വന്നു പോകുന്ന പൊതുജനങ്ങൾക്കും ഇവിടെ തൊഴിലെടുക്കുന്ന ഈ ചുമട്ട് തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു നടപടിയാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവിടെ പല കാലഘട്ടങ്ങളിലും ഇതിന് ബ്ലോക്കുകൾ സംഭവിക്കുകയും പലപ്പോഴും ഇത് അടച്ചിടുന്ന ഒരു സാഹചര്യങ്ങൾ ഇതിന് മുൻകാലങ്ങളിലുണ്ട്. എന്നാൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താത്തതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് സ്ഥിരമായി അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. നഗരസഭയ്ക്ക് എന്തും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു മനോഭാവം മാത്രമാണുള്ളത്. ഇതെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പല നിവേദനങ്ങൾ കട്ടപ്പന നഗരസഭയിൽ കൊടുക്കുകയുണ്ടായി. എന്നാൽ ഇവർക്ക് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി ഇതിനെല്ലാം ഒരു പ്രശ്ന പരിഹാരങ്ങളിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ ഇവിടെ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളടക്കമുള്ളവരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നഗരസഭ മുമ്പോട്ട് പോയാൽ ശക്തമായിട്ടുള്ള സമര പരിപാടികൾ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലുണ്ടാകും. സാമൂഹ്യവിരുദ്ധർ പൈപ്പിൽ കുപ്പിയും തുണിയും കുത്തിക്കയറ്റുന്നതാണ് പൈപ്പുകൾ ബ്ലോക്കാകാൻ കാരണമെന്നാണ് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. ശൌചാലയം അറ്റകുറ്റപ്പണി നടത്തി 2 ദിവസത്തിനകം തുറന്നു നൽകുമെന്ന് സെക്രട്ടറി അജി കെ തോമസ് പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ കീഴിലുള്ള മത്സ്യ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പബ്ലിക് ടോയ്ലറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പ്രവർത്തന രഹിതമാണെന്ന് പരാതി ലഭിച്ചിരുന്നു. നമ്മളത് അടിയന്തരമായിട്ട് തന്നെ അതിൻ്റെ ഇടപെടുകയും പരിശോധിക്കുകയും ചെയ്തു. പരിശോധനയിൽ നമുക്ക് മനസ്സിലായത് ഇതിനകത്ത് സാമൂഹ്യ വിരുദ്ധർ മദ്യപാനത്തിന് ശേഷം കുപ്പി ഈ ടോയ്ലറ്റിൽ കുത്തി ഇറക്കി വയ്ക്കുകയും തുണികൾക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അതിനകത്ത് നിറച്ചു വയ്ക്കുകയും ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ബ്ലോക്ക് നീക്കി മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ തടസ്സം മാറ്റി പ്രവർത്തന സജ്ജമാക്കും എന്ന കാര്യം അറിയിക്കുക. വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ മജീഷ് ജേക്കബ്, ഷിനോജ് GS, ആൽബിൻ തോമസ്, PJ കുഞ്ഞുമോൻ, PV സുരേഷ്, MR അയ്യപ്പൻകുട്ടി, രതീഷ് AV, ഷെഫീഖ് PM, മനു ജോസഫ് എന്നിവരാണ് നിവേദനം നൽകിയത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.